ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ചക്ക വെച്ചുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചക്ക ഒരുപാട് കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അതുമാത്രമല്ല, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ഈവനിങ് സ്നാക്കായിട്ടും എല്ലാം നമ്മൾക്കിതെടുക്കാം. ഒരുപാട് ചേരുവകളൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. കുറച്ച് റവ വേണം, പിന്നെ തേങ്ങാപ്പാലും കൂടെ വേണം ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് ഫുള്ള് ചക്ക എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞ് കഴിയുമ്പോൾ 4.5 കപ്പിൻ്റെ അടുത്ത് വരും. നമ്മൾ ഏത് കപ്പിലാണോ ചക്ക അരിഞ്ഞതെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കി ചേരുവകളും കൂടെ എടുത്താൽ മതി. ചക്ക കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് തേങ്ങാപ്പാലും റവയാണ്. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലും 2-ാം പാലും കൂടെ ചേർന്നിട്ടാണ് 2 കപ്പ്. ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഉള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് റവയാണ്. റവ ഏകദേശം 3/4 കപ്പിൻ്റെ അടുത്തായിരിക്കും വേണ്ടി വരിക. വറുത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഏതാണ്ട് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടിത് നെയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇത് നെയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾക്ക് ഇതേ നെയ്യിൽ തന്നെയാണ് ചക്ക വഴറ്റിയെടുക്കേണ്ടത്. ചക്ക നേരത്തെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ നെയ്യിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചക്ക അരിഞ്ഞു കഴിഞ്ഞപ്പം 4.5 കപ്പാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ ചക്ക അരിഞ്ഞത് എടുത്തത് അതേ കപ്പിൽ തന്നെ ബാക്കി ചേരുവകളും കൂടെ എടുത്താൽ മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ചക്കയ്ക്ക് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം നല്ലപോലെ ഇളക്കി കൊടുക്കുക. പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. പഞ്ചസാര അലിയുമ്പോൾ കുറച്ച് വെള്ളം ഇതിനകത്ത് തന്നെ വരും. അത്രയും വെള്ളം മതി ഇത് വേവാനായിട്ട്. ഇപ്പം കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ചക്കയൊക്കെ നല്ലപോലെ വെന്തൊന്ന് ഉടയും. ഇപ്പം ഇതിലത്തെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചക്ക നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ സമയത്തിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാലും 2-ാം പാലും കൂടെ ചേർന്ന് 2 കപ്പാണ് ഉള്ളത്. ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വറ്റി വരണം. അത്രയും സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് പൊടിച്ചതാണ്. ഈ ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് വറുത്ത റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പിൻ്റെ അടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് തീ നമ്മൾക്ക് നല്ലപോലെ കുറച്ച് വയ്ക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇത് കുറേശ്ശെ കട്ടയായിട്ട് വരും. ആ സമയത്ത് വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഇതിവിടെ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇളക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഏതാണ്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾക്ക് നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എണ്ണയൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിനി നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ നല്ലപോലെ എണ്ണ ഇറങ്ങി വരും. ആ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എണ്ണയൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുക. ഇതേ പാനിൽ തന്നെ ഇട്ട് വെക്കരുത്. ചൂടോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം മുരിഞ്ഞ് കൂടുതലായി പോവും. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മൾക്കിത് ഉരുട്ടിയെടുക്കണം. ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ ചൂടിൽ നമ്മൾക്കിത് ഉരുട്ടിയെടുക്കണം. ഇപ്പം ഇത് നല്ല ചൂടാണ്. ഇപ്പം നമ്മൾക്കിത് ഉരുട്ടിയെടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇപ്പം ഇത് കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതിവിടെ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഞാനിങ്ങനെ കുറച്ചൊരു നീളത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതിനകത്ത് ഈ ബോൾസ് ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡിലോട്ടും ഒന്നാക്കി കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എങ്കിൽ തേങ്ങ ചിരവിയതിന് ശേഷം മിക്സിക്കകത്ത് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കുക. എന്നിട്ടത് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറായി പോകരുത്. അതിനുശേഷം അതിനകത്തേക്ക് ഉരുട്ടി വെച്ച ബോൾസ് ഇട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്താൽ മതി. അതോടെ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും.
ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്